തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലേക്ക് വരികയാണെങ്കിൽ അത് സ്ഥിതിക്കൊരു മാറ്റവുമില്ല, ഡോക്ടർമാരില്ല എന്നൊരു സ്ഥിതിയാണുള്ളത്. ആശുപത്രിയിൽ പ്രസവം നടക്കാതായിട്ട് 1 മാസമായിരിക്കുന്നു. അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളായിട്ട്. ഫെലിക്സ്, തലശ്ശേരി തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, തിരക്കുള്ള ആശുപത്രിയാണ്. അവിടെ ഈ പ്രസവ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ 1 മാസമായിട്ടും ഇല്ലാതിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു ഇടപെടലും ഉണ്ടാകാതിരിക്കുന്നത്? ദിവേഷ്, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി. ഈ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ 3 ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഡോക്ടർ അവധിയിൽ പ്രവേശിച്ചു, മറ്റൊരു ഡോക്ടർ നിയമനത്തിൽ അവിടെ നിയമന ഒഴിവുണ്ട്. ഒരു ഡോക്ടർ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രസവ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. തളിപ്പറമ്പ് പോലെ ഒരു പ്രധാന നഗരത്തിലെ താലൂക്ക് ആശുപത്രിയിലെ പ്രസവം നടന്നിട്ട് 1 മാസമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തി പ്രതിഷേധിച്ചത്. സൂപ്രണ്ടിന്റെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് പോലീസ് അടക്കം അവിടെ എത്തി അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം നാട്ടിലെ ഒരു താലൂക്ക് ആശുപത്രിയിലാണ് ഈ ദയനീയ അവസ്ഥ ഉള്ളത് എന്നതാണ്. ഈ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം നാട്ടുകാർ പലതവണ ഉന്നയിച്ചതാണ്. ആരോഗ്യമന്ത്രി അടക്കം ഈ ആശുപത്രിയിൽ എത്തിയ സമയത്ത് നേരിട്ട് ബോധ്യപ്പെടുത്തിയതുമാണ്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 10,000 മുടക്കി സ്വകാര്യ ആശുപത്രിയിൽ എത്തി പ്രസവം നടത്തിയ